ഇന്നർ യുടെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നമ്മൾ ചക്രങ്ങളെക്കുറിച്ച് പഠിക്കുകയായിരുന്നല്ലോ. നമ്മൾ 7 ചക്രങ്ങളെക്കുറിച്ചും പഠിച്ചു, അതിൻ്റെ മെഡിറ്റേഷൻസ് ചെയ്തു. ഇന്ന് നമുക്ക് എല്ലാ ചക്രകൾക്കും വേണ്ടിയുള്ള ഒരു മെഡിറ്റേഷൻ ചെയ്യാം. അതോടുകൂടി നമ്മൾക്ക് ഈ ചക്രങ്ങളെക്കുറിച്ചുള്ള മെഡിറ്റേഷൻ അവസാനിപ്പിക്കാം. ചക്ര ബാലൻസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചക്രയും ബാലൻസിങ് ആക്കുന്നതാണ്. നമ്മൾക്ക് അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താതെ നമുക്ക് ഓരോ ചക്രയും അപ്വേർഡായിട്ട് എനർജി മുകളിലേക്ക് പോകുന്നതിൽ ശ്രദ്ധ ചെലുത്താം. മുകളിലേക്ക് പോകുന്ന എനർജി എപ്പോഴും പോസിറ്റീവും താഴേക്ക് ഒഴുകുമ്പോൾ അത് നെഗറ്റീവായി മാറും. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓരോ ചക്രയെയും 3-4 മിനിറ്റ് അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പിന്നെ അടുത്ത ചക്രയിലേക്ക് പോകുകയുമാണ്. ഇനി നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ഇരിക്കാം. മെഡിറ്റേഷന് നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് സൗകര്യപ്രദമായ രീതിയിൽ ഇരിക്കാവുന്നതാണ്. ഇരിക്കുന്ന സ്ഥലത്തോ നിൽക്കുന്നതാണോ എവിടെയാണെങ്കിലും നിങ്ങൾ ഒന്ന് ചെറുതായിട്ടുള്ള എക്സസൈസിൽ ചെയ്യാം. അതായത് നമ്മളുടെ ഫ്രസ്ട്രേഷൻസും നമ്മളുടെ ഉള്ളിലുള്ള വറീസും എല്ലാം പുറത്തു പോകാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഷേക്ക് ചെയ്യാം. ഇനി നമുക്ക് കണ്ണടച്ചുകൊണ്ട് ധ്യാനത്തിലേക്ക് കടക്കാം. നമുക്ക് ധ്യാനം തുടങ്ങാം. അതിനു മുമ്പായി ജ്ഞാനമുദ്രയിൽ നമ്മുടെ കൈകൾ വയ്ക്കുക. 2 തുടയിലുമായി കൈകൾ വെച്ച് കണ്ണുകൾ അടച്ച് എൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം നിങ്ങൾ മനസ്സിൽ അത് റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ചെയ്യുക. നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കൂ. ഒരു ദീർഘമായ ശ്വാസം ഉള്ളിലേക്കെടുക്കൂ. നിശ്വസിക്കൂ. നിങ്ങളുടെ ബോഡി മുഴുവൻ പൂർണ്ണമായും റിലാക്സ് ചെയ്യൂ. ഒരു ടെൻഷനും ഇല്ല. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ മൂലാധാര ചക്രയിലേക്ക് കൊണ്ടുവരൂ. നിങ്ങളുടെ നട്ടെല്ലിൻ്റെ അടിയിൽ പെരിനിയത്തിലായി ചുവന്ന കളറുള്ള 4 ഇതളുകളുള്ള താമരപ്പൂവിനെ സങ്കൽപ്പിക്കൂ. അതിൽ നിന്നും വമിക്കുന്ന രശ്മികൾ അതിനെ ഒരു ചുവന്ന ഗോളമായി സങ്കൽപ്പിക്കൂ. ആ രശ്മികൾ നിങ്ങളുടെ ഉള്ളിലെ അരക്ഷിതാവസ്ഥ, ഉത്കണ്ഠ, ആത്മാഭിമാനക്കുറവ്, വിഷാദം എന്നിവയെല്ലാം വലിച്ചെടുക്കുന്നു. You feel safe and protected. നിങ്ങൾ സുരക്ഷിതനായിരിക്കുന്നു. I am immersed in abundance. ഞാൻ സമൃദ്ധിയിൽ മുങ്ങിയിരിക്കുന്നു. I am nourished and supported by Mother Earth. എന്നെ ഈ ഭൂമി പരിപോഷിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. I release any doubts and fears with every breath. എൻ്റെ ഓരോ സംശയങ്ങളും ഭയങ്ങളും ഉത്കണ്ഠയും ഓരോ നിശ്വാസത്തിലൂടെയും ഞാൻ പുറന്തള്ളുന്നു. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ മൂലാധാര ചക്രത്തിൽ തന്നെ കൊണ്ടുവരൂ. ആ ചുവന്ന ഗോളം നിങ്ങൾക്ക് കാണാം. മൂലാധാര ചക്രമന്തമായ ലാമ്പ് മനസ്സിൽ ഉരുവിടൂ. നിങ്ങളുടെ ഉള്ളിൽ സ്ഥിരത, ചൈതന്യം, ആത്മവിശ്വാസം എല്ലാം നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ സുരക്ഷിതനായിരിക്കുന്നു. ഇനി നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ നാവലിന് താഴെയായി ജനനേന്ദ്രിയത്തിന് പിറകിലായി സ്ഥിതി ചെയ്യുന്ന സ്വാധിഷ്ഠാന ചക്രയിലേക്ക് കൊണ്ടുവരൂ. ഓറഞ്ച് കളറുള്ള 6 ഇതിലുള്ള താമരപ്പൂവായി ചക്രയെ സങ്കൽപ്പിക്കൂ. നിങ്ങളുടെ വേദനകൾ എന്തുതന്നെയുമാകട്ടെ, അമിത ലൈംഗികത, ലൈംഗിക അപര്യാപ്തത,
പ്രത്യുൽപാദന പ്രശ്നങ്ങൾ, ക്രിയേറ്റിവിറ്റി ഇല്ലാതെയാവുന്നത്, ബന്ധങ്ങളുടെ ഉലച്ചിൽ, എല്ലാ പ്രശ്നങ്ങളും ആ ഓറഞ്ച് താമരപ്പൂവിൽ നിന്നും വരുന്ന പ്രകാശരശ്മികൾ വലിച്ചെടുക്കുന്നു. I feel my emotions are the language of my soul. എനിക്ക് ഫീൽ ചെയ്യാം എൻ്റെ വികാരങ്ങൾ ആത്മാവിൻ്റെ ഭാഷയാണ്. I let go the past impressions of guilt, worry and blame, and I love my body. ഭൂതകാലത്തെ ഓർമ്മിപ്പിക്കുന്ന കുറ്റബോധം, പേടി, കുറ്റപ്പെടുത്തൽ എല്ലാം ഞാൻ വിട്ടുകളയുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നു. I am a very creative person. ഞാൻ സർഗാത്മക നിറഞ്ഞിരിക്കുന്ന വ്യക്തി ആണ്. I am worthy of healthy relationship and my sexuality is sacred. ഞാൻ ആരോഗ്യപരമായ ബന്ധങ്ങൾക്ക് അർഹനാണ്. എൻ്റെ ലൈംഗികത പവിത്രമാണ്. നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും ആ ഓറഞ്ച് ഗോളത്തിൽ തന്നെ അർപ്പിച്ച് സ്വാധിഷ്ഠാന ചക്രയിൽ തന്നെ ശ്രദ്ധ വയ്ക്കൂ. സ്വാധിഷ്ഠാന ചക്രയുടെ മന്ത്രമായ വാം നിങ്ങൾക്ക് മനസ്സിൽ ഉരുവിടാം. നിങ്ങളുടെ സ്വാധിഷ്ഠാന ചക്ര ക്രിയേറ്റിവിറ്റി നിറഞ്ഞതും ആരോഗ്യപരമായ ലൈംഗികതയുള്ളതും ഏത് സന്ദർഭവുമായും പൊരുത്തപ്പെടാനുള്ള കഴിവുള്ളതും സന്തോഷവും ശുഭാപ്തി വിശ്വാസം നിറഞ്ഞതുമായിരിക്കുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നു. ഇനി നിങ്ങളുടെ ശ്രദ്ധ നാവലിന് സമീപമുള്ള മണിപ്പൂരക ചക്രത്തിലേക്ക് കൊണ്ടുവരൂ. മഞ്ഞ കളറിലുള്ള താമരപ്പൂവിനെ നിങ്ങൾ സങ്കല്പിക്കൂ. അതിൽ നിന്നും വരുന്ന തീക്ഷ്ണമായ മഞ്ഞരശ്മികൾ നിങ്ങളുടെ വിട്ടുമാറാത്ത ക്ഷീണം, ദേഷ്യം, അത്യാഗ്രഹം, അസൂയ, ദുർബലമായ ഇച്ഛാശക്തി, ആത്മാഭിമാനക്കുറവ് തുടങ്ങിയ എല്ലാ നെഗറ്റീവ് ക്വാളിറ്റീസിനെയും വലിച്ചെടുത്തിരിക്കുന്നു. I love and accept myself. ഞാൻ എന്നെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. I am worth of love, kindness and respect. ഞാൻ സ്നേഹത്തിനും ദയയ്ക്കും ആദരവിനും യോഗ്യനാണ്. I approve the decision I make in my life. ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളെ അപ്രൂവ് ചെയ്യുന്നു. I am at peace at my life. എൻ്റെ ജീവിതത്തിലും എന്നിലും സമാധാനം നിലനിൽക്കുന്നു. ഇനി മൂലമന്ത്രമായ റാം കുറച്ചു നേരം മനസ്സിൽ ഉരുവിടാം. നിങ്ങൾക്ക് ഒരു പുതിയ ഉണർവും ഉന്മേഷവും ഉയർന്ന ആത്മവിശ്വാസവും മാനസിക വ്യക്തതയും ഉയർന്ന ഇച്ഛാശക്തി, നേതൃഗുണം എന്നിവയെല്ലാം കൊണ്ട് നിങ്ങൾ നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ സന്തുഷ്ടനാണ്. നിങ്ങളുടെ
നെഞ്ചിൻ്റെ നടുവിലായി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന അനാഹത ചക്രയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരൂ. 12 ഇതളുകളുള്ള ഒരു പച്ച താമരപ്പൂവിനെ നിങ്ങൾ സങ്കല്പിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ള വെറുപ്പ്, പേടി, ഒറ്റപ്പെടൽ, പ്രതിരോധ മനോഭാവം, ബന്ധങ്ങളിൽ നിന്നുള്ള അകൽച്ച തുടങ്ങിയ എല്ലാ നെഗറ്റീവ് ഇമോഷൻസും ആ രശ്മികൾ വലിച്ചെടുക്കുന്നു. I deeply and completely love and accept myself. ഞാൻ എന്നെ അഗാധമായി സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. I see myself reflected in everyone I met. ഞാൻ കാണുന്ന എല്ലാവരിലും ഞാൻ എന്നെ തന്നെ കാണുന്നു. My heart is free from past hurts, fears and hatred. എൻ്റെ ഹൃദയം ഭൂതകാല വേദനകളിൽ നിന്നും പേടികളിൽ നിന്നും വെറുപ്പിൽ നിന്നും മുക്തമാണ്. My heart is filled with love, joy and gratitude. എൻ്റെ ഹൃദയം സ്നേഹവും സന്തോഷവും നന്ദിയും നിറഞ്ഞതാണ്. ഇനി നമുക്ക് മൂലമന്ത്രമായ യാം കുറച്ചു നേരം മനസ്സിൽ ഉരുവിടാം. നിങ്ങളുടെ അനാഹത ചക്ര ഇപ്പോൾ സ്നേഹവും അനുകമ്പയും സമത്വഭാവം, സമാധാനം എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നു. കഴുത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വിശുദ്ധി ചക്രയിലേക്ക് ഇനി നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരൂ. ഇളം നീല നിറത്തിലുള്ള 16 ഇതളുകൾ ഉള്ള താമരപ്പൂവിനെ നിങ്ങൾ സങ്കല്പിക്കൂ. നിങ്ങളുടെ ഉള്ളിലെ ദുഃഖങ്ങളെയും ലജ്ജ, ഉൾവലിയൽ, ധിക്കാരകരമായ പെരുമാറ്റങ്ങൾ എന്നീ നെഗറ്റീവ് ഇമോഷൻസിനെ എല്ലാം ആ പൂവിൽ നിന്നും വരുന്ന രശ്മികൾ വലിച്ചെടുക്കുന്നു. I visualize my throat chakra as a bridge between my heart and mind. എൻ്റെ വിശുദ്ധി ചക്രയെ ഹൃദയത്തിനും മനസ്സിനും ഇടയിലുള്ള പാലമായി ഞാൻ സങ്കല്പിക്കുന്നു. I will express my beliefs, creativity and emotional needs openly without fearing the opinion of others. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഭയപ്പെടാതെ ഞാൻ എൻ്റെ വിശ്വാസങ്ങളും ക്രിയേറ്റിവിറ്റിയും ഇമോഷണൽ ഫീലിങ്സും പരസ്യമായി പ്രകടിപ്പിക്കും. I hear and speak the truth. ഞാൻ സത്യം കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. I gladly communicate with others and I express my gratitude through my life. ഞാൻ സന്തോഷത്തോടെ മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുകയും എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ എൻ്റെ നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ വിശുദ്ധി ചക്രയിലേക്ക് കൊണ്ടുവരൂ. നമ്മൾക്ക് മൂലമന്ത്രമായ ഹാം കുറച്ചു നേരം ഉരുവിടാം. ഇപ്പോൾ നിങ്ങളുടെ ശബ്ദം കൂടുതൽ ലളിതവും തെളിഞ്ഞതും കോൺഫിഡൻസ് ഉള്ളതുമായി മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് വളരെ നല്ല പോലെ നിങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. സത്യസന്ധത, ഉദ്ദേശശുദ്ധി, മികച്ച ആശയവിനിമയ ശേഷി, ആത്മവിശ്വാസം എല്ലാം നിങ്ങളിൽ നിറഞ്ഞിരിക്കുന്നു. നിങ്ങളിൽ ഗ്രാറ്റിറ്റ്യൂഡ് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ പുരികങ്ങളുടെ ഇടയിലുള്ള മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ആജ്ഞാചക്രയിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരൂ. കടും നീല, അതായത് ഇൻഡിഗോ കളറിൽ
2 ഇതളുകളുള്ള ഒരു താമരപ്പൂവിനെ സങ്കല്പിക്കൂ. നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് ഇമോഷൻസായ ഇൻഡ്യൂഷനെ ട്രസ്റ്റ് ചെയ്യാൻ എതിരെ നിൽക്കുന്ന എല്ലാത്തിനെയും, എന്തു ചെയ്യണം എന്ന് അറിയാത്ത ഉള്ള അവസ്ഥയെയും, പേടി എന്നിവയെല്ലാം, എല്ലാ നെഗറ്റീവ് ഇമോഷൻസും ആ താമരപ്പൂവിൽ നിന്നും വരുന്ന പ്രകാശരശ്മികൾ വലിച്ചെടുക്കുന്നു. I am full of wisdom, love, insight and compassion. എന്നിൽ ജ്ഞാനം, സ്നേഹം, ഉൾക്കാഴ്ച, അനുകമ്പ എന്നിവ നിറഞ്ഞിരിക്കുന്നു. The answers to all my questions lie within me. എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. I trust my inner self to guide and protect me. എന്നെ നയിക്കാനും സംരക്ഷിക്കാനും എൻ്റെ ഇന്നർ സെൽഫിനെ ഞാൻ വിശ്വസിക്കുന്നു. I honor my intuition. എൻ്റെ അവബോധത്തെ ഞാൻ ആദരിക്കുന്നു. ഇനി നമുക്ക് കുറച്ചു നേരം ഓം ചൊല്ലാം. നിങ്ങളുടെ ശ്രദ്ധ ആജ്ഞാചക്രയിൽ തന്നെ ആയിരിക്കണം. നിങ്ങളിൽ ആത്മീയ ഉയർച്ച, ജ്ഞാനം, മനസ്സിൻ്റെ നിയന്ത്രണം, ഉൾക്കാഴ്ച എന്നിവയെല്ലാം നാമ്പെടുത്തിരിക്കുന്നു. നിങ്ങളിൽ അവെയർനെസ്സും അലേർട്ട്നെസ്സും നിറഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളുടെ ശിരസിൻ്റെ മുകളിൽ മധ്യഭാഗത്തുള്ള സഹസ്രാര ചക്രയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ. 1000 ഇതളുകളുള്ള പർപ്പിൾ നിറമുള്ള താമരയെ സങ്കൽപ്പിക്കൂ. ഒന്നിനും താല്പര്യമില്ലാത്ത അവസ്ഥ, ദൈവികതയിൽ നിന്നും അകൽച്ച, ഡിപ്രഷൻ തുടങ്ങിയ നെഗറ്റീവ് ക്വാളിറ്റികളെല്ലാം ഇതിൽ നിന്നും വരുന്ന രശ്മികൾ വലിച്ചെടുക്കുന്നു. I trust God to show me the next steps in my life. എൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത പടികൾ ദൈവം കാണിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I honor all people, all regions and all spiritual paths. എല്ലാ ആളുകളെയും, എല്ലാ മതങ്ങളെയും, എല്ലാ ആത്മീയ പാതകളെയും ഞാൻ ബഹുമാനിക്കുന്നു. I release all my limited thoughts and lift myself up to the higher level of awareness. പരിമിതമായ എല്ലാ ചിന്തകളെയും ഞാൻ പുറത്തുവിടുകയും ഉയർന്ന ആ അവബോധത്തിലേക്ക് എന്നെ ഉയർത്തുകയും ചെയ്യുന്നു. I honor the divine within me. എന്നിലുള്ള ആ ദൈവിക ചൈതന്യത്തെ ഞാൻ ബഹുമാനിക്കുന്നു. ഇനി കുറച്ചു നേരം ഓം ഉരുവിടാം. ഉയർന്ന അവബോധം, ദൈവികതയുമായുള്ള ബന്ധം, ജ്ഞാനം, ഒരു പരമാനന്ദകരമായ അവസ്ഥ, ആത്മീയത, മനഃശക്തി, ഉണർവ്, ഉന്മേഷം, ഉറച്ച വിശ്വാസം, യൂണിവേഴ്സൽ ലവ് എല്ലാം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ നിമിഷം നിങ്ങൾ പരമാനന്ദവും സന്തോഷവും അനുഭവിക്കുന്നു. നിങ്ങളുടെ ചക്രകളെല്ലാം തന്നെ ബ്ലോക്കേജുകളെല്ലാം മാറി പുതിയ ഉണർവോടുകൂടി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. മെല്ലെ കൈകൾ റബ്ബ് ചെയ്ത് ആ ചെറിയ ചൂടോടുകൂടി കണ്ണുകളിന് മുകളിൽ വെച്ച് സാവധാനം കണ്ണുകൾ തുറക്കാം. ഹരി ഓം.
ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളേവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യൂ, മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം, ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യണം. ഞാൻ ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോയും കിട്ടുന്നതാണ്. അപ്പോൾ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. See you soon.